സോയിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ആ ഗ്രൗണ്ടിനെ ബോർ ചെയ്ത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് അതിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്യും. ആ സാമ്പിൾസ് ലാബിൽ അനലൈസ് ചെയ്ത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ അതിൻ്റെ റെക്കമെൻഡേഷൻസ്, അതായത് ഓരോ സ്ട്രാറ്റ അല്ലെങ്കിൽ ഓരോ ലെയർ എത്രമാത്രം സേഫായിട്ട് അത് ലോഡ് എടുക്കും എന്നുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് തരുന്നതാണ്. അതിന് സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി എന്നാണ് അതിന് പറയുന്നത്. ആ സോയിൽ ബിയറിംഗ് കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ പൈൽ ഡിസൈൻ ചെയ്യുന്നത്. എത്ര പൈല് വേണം, എത്ര ഡയമീറ്ററിൻ്റെ പൈല് വേണം എന്നൊക്കെയുള്ള ഡിസൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് ദി ലോഡ് ഓഫ് ദി സ്ട്രക്ചർ. സ്ട്രക്ചറൽ ഡിസൈൻ പ്രകാരമാണ് പൈലിംഗ് വർക്ക് നമ്മൾ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പൈലിൻ്റെ ഡയമീറ്റർ, ഡെപ്ത്ത്, അത് ഏതാണോ ഏത് സ്ട്രാറ്റയാണോ കൊണ്ടുപോയി നിർത്തേണ്ടത് ആ ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഈ പൈൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പൈലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ പല പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, പൈല് ടിൽറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത, അതുതന്നെ അകത്ത് കേവിങ് ഉണ്ടാകാനുള്ള സാധ്യത, ബൗൾഡേഴ്സ് പൊളിഞ്ഞ് വീഴാനുള്ള സാധ്യത, അല്ലെങ്കിൽ തന്നെ നേരത്തെ മുൻപ് കടന്ന ബൗൾഡേഴ്സ് കിടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ബെറീഡ് ട്രീസ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇമ്മീഡിയറ്റ്ലി സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അദ്ദേഹം അതിനെ ബേസ് ചെയ്തിട്ട് റിവൈസ്ഡ് പൈല് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്ത് നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുമാണ്.